ഐഡിയാസ് എന്ന് പറയുന്നത്, ഒരു ബിസിനസ് ചെയ്യാനുള്ള ഐഡിയ എന്ന് പറയുന്നത് എല്ലാവരുടെ കയ്യിലേ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ റോഡിലൂടെ നടന്നു പോകുന്ന ഒരു റാൻഡം ഒരു പരിചയമില്ലാത്ത ഒരാളെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ആളുടെ കയ്യിലും ഒരു ഐഡിയ ഉണ്ടാവും. പക്ഷേ എക്സിക്യൂഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബിസിനസ്സിൽ. ഇപ്പം എൻ്റെ അടുത്ത് ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും. പക്ഷെ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതിലാണ് അതിൻ്റെ ഒരു മുഴുവൻ ഗെയിമും കിടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉള്ള ഒരു ബിസിനസ് ചിലപ്പം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചിലപ്പം എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ഒരാളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഐഡിയാസ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും. അതല്ല നിങ്ങളുടെ എന്തെങ്കിലും സർവീസ് ബേസ്ഡോ ഒരു ഏജൻസി മോഡലോ അങ്ങനെ എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങളൊരു പ്രോട്ടോടൈപ്പ് കൊണ്ടുവരിക, ആ പ്രോട്ടോടൈപ്പ് നിങ്ങൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ആളുകൾക്ക് താല്പര്യം ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതിനുശേഷം അതിൻ്റെ ഏറ്റവും ഒരു ബെറ്റർ വേർഷൻ നിങ്ങൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ പുറത്ത് നിങ്ങൾ ഒരു ക്യാമ്പയിന് നിങ്ങൾ റൺ ചെയ്യുക. അതൊരു ഫേസ്ബുക്ക് ക്യാമ്പയിൻ, ഒരു ഫേസ്ബുക്ക് ആഡ് നിങ്ങൾ റൺ ചെയ്തിട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു സർവീസിന് എത്രത്തോളം ആളുകൾക്ക് അതിനോട് താല്പര്യം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലിക്ക് ബൈ ത്രൂവും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾ അങ്ങനെ ഇപ്പം നിങ്ങളുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഐഡിയ ഉണ്ട്, നിങ്ങൾ ആ ഐഡിയ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് നിങ്ങൾ അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓൾറെഡി ഒരു എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ് ആണ് എന്നുള്ളത് നിങ്ങൾ ആളുകളെ, കസ്റ്റമേഴ്സിനെ അറിയിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കസ്റ്റമേഴ്സിന് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അവർക്ക് ഫ്രീ വാല്യൂ കിട്ടണം, അല്ലെങ്കിൽ അത് അവർക്ക് ആ ഒരു പ്രൊഡക്റ്റിനോട് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിനോട് ഒരു ഫെമിലാരിറ്റി തോന്നണം. അപ്പൊ ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാധനം അവരൊരിക്കലും മേടിക്കാൻ പോകുന്നില്ല. അപ്പൊ ഈ രണ്ട് സാധനങ്ങൾ നിങ്ങൾ ആദ്യം മുന്നിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരു പ്രൊഡക്റ്റ് ഇല്ല, നിങ്ങളുടെ അടുത്ത് ഒരു പ്രൊഡക്റ്റിന്റെ ഐഡിയ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളൊരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനോ കാര്യങ്ങളോ റൺ ചെയ്തിട്ട് അതിനോടൊപ്പം തന്നെ നിങ്ങളൊരു ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിന്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് പോസ്റ്റ് ചെയ്യുക, ആളുകൾ അതിനോട് റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതിനോടൊപ്പം ഒരു ക്യാമ്പയിൻ റൺ ചെയ്യുക. ഈ ക്യാമ്പയിൻ റൺ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്രത്തോളം ആളുകൾക്ക് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിനോട് താല്പര്യം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നിങ്ങളൊരു ക്യാമ്പയിൻ റൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാൻഡിംഗ് പേജിലേക്ക് കൊണ്ടുവരാനും അതിൽ നിങ്ങൾ ഒരു 5-6 ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കുക. എന്തുകൊണ്ട് ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ ഒരു ആഡ് കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്യാമ്പയിൻ കണ്ടിട്ട് അവരതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ആ ഒരു പ്രൊഡക്റ്റിനോട് ഒരു താല്പര്യമുണ്ട്, അവർക്ക് എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് അവരത് ക്ലിക്ക് ചെയ്യുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെത്തുന്നത് നിങ്ങളുടെ ലാൻഡിംഗ് പേജിലേക്കായിരിക്കും. അവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എന്താണ് നിങ്ങളുടെ, കാരണം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ആ പ്രൊഡക്റ്റ്, നിങ്ങൾ എന്താണ് ആളുകൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വാല്യൂ എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങളുടെ ലാൻഡിംഗ് പേജിന് പുറത്ത് നിങ്ങൾ മെൻഷൻ ചെയ്യുക. അതിനോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന 5-6 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ അവരുടെ എന്ത് നീഡ്സാണ് അതിൽ നിന്ന് നിറവേറ്റാൻ പോകുന്നത്, അവർക്ക് ഇതിനോട് താല്പര്യമുണ്ട്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള 5-6 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ മാക്സിമം ഡാറ്റാസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ പ്രൊഡക്റ്റിനോട് ആളുകൾക്ക് താല്പര്യം ഉണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല തീരുമാനം നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ പുറത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു സാധനം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് ക്യാമ്പയിനോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നിങ്ങൾ റൺ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മാക്സിമം ഡാറ്റാസ് എടുക്കും. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഗതിയാണ്. തലൻ്റെ അകത്തുള്ള ഒരു ഐഡിയ നിങ്ങൾ ഒരു പോസ്റ്റേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്കിൻ ഇൻ ദ ഗെയിം എന്ന് പറയുന്നത്, അതായത് നമ്മൾ അതിലാദ്യം നമ്മൾ മെന്റലിയും ഫിസിക്കലിയും നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്കൊരു ബിലീവ് വേണം. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളൊരു ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ മാക്സിമം പോസ്റ്റേഴ്സും കാര്യങ്ങളും വീഡിയോസും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളുടെ ഇടയിൽ ഒരു ഫെമിലാരിറ്റി കൊണ്ടുവരിക, അവർക്ക് ഫ്രീ വാല്യൂ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫ്രീ വാല്യൂയും ഫെമിലാരിറ്റിയും അവർക്ക് കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി അവർ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിനോടുള്ള അവരുടെ ഒരു ആവശ്യം കൂടുകയും പിന്നീട് അവർക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ നല്ലൊരു ഫുൾ സൈസിൽ ഫുൾ ഓർഗനൈസ് ചെയ്തിട്ട് നിങ്ങൾ ആ പ്രൊഡക്റ്റ് നിങ്ങൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനൊരു ഡിമാൻഡ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ആളുകൾക്കുള്ള മറ്റൊരു സംശയമാണ്, ഇപ്പം ഞാനൊരു പ്രൊഡക്റ്റ്, ഇപ്പോൾ അങ്ങനെ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് അങ്ങനെ ഒരു ക്യാമ്പയിൻ റൺ ചെയ്ത് അല്ലെങ്കിൽ ഒരു പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്തിട്ട് ഞാനത് ഇൻസ്റ്റയിലും കാര്യങ്ങളിലൊക്കെ ഞാനത് കാണിക്കും, ആരെങ്കിലും അത്
പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒന്ന് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രോട്ടോടൈപ്പോ ഒരു കാര്യങ്ങളോ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കാം. അവരോട് പറയാം ഇതൊരു പ്രോട്ടോടൈപ്പാണ്, നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ നിങ്ങളടുത്ത് 1, 2, 5 പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാക്സിമം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് മാക്സിമം ഫീഡ്ബാക്ക് എടുക്കുക. അവരോട് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു ഈ പ്രൊഡക്റ്റ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ച് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻ കേസ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരുടെ ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷം അവർ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങളൊരു ക്യാമ്പയിൻ റൺ ചെയ്യുമ്പോൾ അവരത് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്ലിക്ക് ബൈറ്റ്സോ കാര്യങ്ങളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ അവരോട് പറയാം നിങ്ങളുടെ ഏരിയയിൽ ഇപ്പോൾ ഈ ഒരു സാധനം അവൈലബിൾ അല്ല എന്നുള്ളത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ഒരു റെപ്യൂട്ടേഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല. അപ്പോൾ ബിസിനസ്സിലെ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരിക്കലും നിങ്ങളുടെ റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കുറയുകയോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം ആളുകൾക്ക് ഇൻട്രസ്റ്റഡ് ആണ്, ആളുകൾക്ക് താല്പര്യമുള്ള, ആളുകൾക്ക് ഡിമാൻഡുള്ള ഒരു വാല്യൂ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ കൊണ്ടുവരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് മേടിക്കാനുള്ള ആളുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ പൈസയും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും ടൈമും എഫേർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇടുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു പ്രോട്ടോടൈപ്പ് എന്നുള്ളൊരു രീതിയിലൂടെ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിനെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിൽ നിന്ന് മാക്സിമം ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷം ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫുൾ ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഏതൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും അവരുടെ പ്രൊഡക്റ്റ് അവർ സെല് ചെയ്യുന്നത് ഈ ഒരു ഫ്രീ വാല്യൂ അതേപോലെ തന്നെ ഫെമിലാരിറ്റി, ഈ ഒരു 2 കാര്യങ്ങൾ ത്രൂ ആയിരിക്കും. ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ ചിലപ്പം എന്തെങ്കിലും ഒരു ആപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യാനോ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചിലപ്പോൾ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ 15 ദിവസത്തേക്ക് അവർ ട്രയൽ തരും. ട്രയൽ തരുന്നത് നിങ്ങളത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു വാല്യൂ കിട്ടുന്നുണ്ട് എന്നുള്ള ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്കൊക്കെ നിങ്ങൾ കൊണ്ടുപോവുള്ളൂ, നിങ്ങൾ അതിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഈ ഒരു ഫ്രീ വാല്യൂ, ആളുകൾക്ക് ഒരു ഫ്രീ വാല്യൂ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റ്, അത് എന്ത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് കഴിയുന്നതും ആളുകൾക്ക് ഫ്രീ വാല്യൂ ആയിട്ട് കൊടുക്കാൻ നോക്കുക. അതിനുശേഷം അതിനൊരു സബ്സ്ക്രിപ്ഷൻ മോഡലും കാര്യങ്ങളും ഇടുക. ഈ ഫ്രീ വാല്യൂ ആയിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ആളുകളുടെ ഒരു ഫെമിലാരിറ്റി എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം, മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഇന്നത്തെ കാലത്ത് ഒരു സാധനം മാർക്കറ്റ് ചെയ്യാൻ ഒരുപാട് രീതികളുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം, നിങ്ങൾക്ക് നിങ്ങളുടെ മണി, നിങ്ങളുടെ മറ്റുള്ള എഫോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്തിട്ട് മാക്സിമം ഇപ്പോൾ പല വലിയ ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നവരുടെയൊക്കെ പല ബുക്കിലും ഒക്കെ പറയുന്നു ഒരു MVP മോഡലൊക്കെ കൊണ്ടുവരുമ്പോൾ മാർക്കറ്റിലേക്ക് അവർ കൊണ്ടുവരുമ്പോൾ വിത്തിൻ 2-3 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 1 വീക്കിനകത്ത് അവരുടെ MVP മോഡൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും മാർക്കറ്റിൽ. അപ്പം അങ്ങനെ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് തീർച്ചയായിട്ടും ഒരുപാട് ഡാറ്റാസ്, ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും. അതിനനുസരിച്ചിട്ട് അവരുടെ പ്രൊഡക്റ്റ് അവർ ബിൽഡ് ചെയ്യുള്ളൂ. പിന്നീട് ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് അവിടെ വരുന്നുള്ളൂ. അപ്പോൾ ആ ഫിസിക്കൽ പ്രൊഡക്റ്റ് വരുന്നതിന് മുമ്പ് ആളുകളുടെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുക അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആളുകളുടെ ഒരു ഡിമാൻഡ് മനസ്സിലാക്കുക, ആളുകൾക്ക് വാല്യൂ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു സ്റ്റേജിലൂടെ നിങ്ങളുടെ ഒരു ബിസിനസ് നിങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു ക്യാമ്പയിൻ റൺ ചെയ്യിപ്പിച്ച് അതിൽ നിന്ന് മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ എടുത്തിട്ട്, മാക്സിമം ഡാറ്റാസ് നിങ്ങൾ എടുത്തിട്ട്, ആളുകളുടെ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട്, ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആളുകൾക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ റെപ്യൂട്ടേഷൻ ഭയങ്കരമായിട്ട് കൂടും. കാരണം നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു പ്രൊഡക്റ്റാണ്, ആളുകൾക്ക് മാക്സിമം വാല്യൂ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ അത് മേടിക്കുകയും ചെയ്യും, അത് നല്ല രീതിയിൽ യൂസ് ചെയ്യുകയും ചെയ്യും, നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഒരു ബിസിനസ് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക, നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.